ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ പാച്ചു ഇന്നലെ ഈ പറഞ്ഞ പോലെ കിടന്നുറങ്ങിയേയില്ല കേട്ടോ. മിനിയാന്ന് ഒരു 3:30 വരെയാണെങ്കിൽ ഇന്നലെ ഒരു 4:30 വരെ ഉറങ്ങാണ്ട് എന്താ പറയുക, പേടിയാവണോ എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലായിരുന്നു. അപ്പോൾ സാധാരണ നമ്മളങ്ങനെ വരുമ്പോൾ ഒന്നെങ്കിൽ കെസ് ബേബിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും, അതോടുകൂടിയിട്ട് അച്ഛനെ കൊണ്ടൊന്ന് നെറ്റി പിടിപ്പിക്കാറൊക്കെ പതിവ്. പക്ഷേ ഇത് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവനെയും കൊണ്ട് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഒട്ടും പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മുടേതായ വിശ്വാസത്തിൻ്റെ പേരിലുള്ള കാര്യങ്ങൾ ചെയ്യുക. കടുകും മുളക് ഉഴിഞ്ഞിടുക, വിശ്വാസ പ്രമാണം ചെല്ലുക, കൊന്ത വയ്ക്കുക, വെള്ളം തെളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിരുന്നത് കേട്ടോ. ഭയങ്കര സങ്കടമായിപ്പോയി. രാവിലെ എണീക്കുമ്പോൾ അതുകൊണ്ട് ആർക്കും കണ്ണ് തുറന്നിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ കോളിംഗ് ബെല്ലടിച്ചിട്ട് കണ്ണ് തുറന്നപ്പോൾ ഡാഡി എണീറ്റിട്ടില്ല. ഡാഡി ഇന്നലെ അവൻ്റെ കൂടെയാണ് കിടക്കുന്നുണ്ടായിരുന്നത്. കാരണം ഒട്ടും ഡാഡി എന്ന് പറഞ്ഞിട്ട് അവന് ഭയങ്കര പേടി എന്ന് പറഞ്ഞ വേദന പറയുന്നില്ല, പക്ഷെ ഭയങ്കര പേടി. എനിക്ക് തോന്നുന്നു നമ്മൾ അനസ്തേഷ്യ കൊടുക്കാനായിട്ട് തിയേറ്ററിലേക്കല്ലേ കൊണ്ടുപോയി. അപ്പോൾ ആ അന്തരീക്ഷം പെട്ടെന്ന് കണ്ടപ്പോൾ അവന് അത് പേടിച്ച് പോയി എന്ന് തോന്നുന്നുണ്ട്. കുട്ടിയല്ലേ, അപ്പോൾ അതായിരിക്കണം എന്ന് വിചാരിക്കണു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഡാഡിയും കുറേ ലേറ്റായിട്ട് എണീറ്റ്. അപ്പോൾ കോളിംഗ് ബെല്ലടിച്ച് ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ 8 മണിയാകുമ്പോഴേക്കും നമ്മുടെ പണിക്കാർ 2 പേരും അതെ കേട്ടോ നേരത്തോടെ വന്നു. അപ്പോൾ നേരത്തോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആത്മാർത്ഥതയിൽ പണിയുന്നവരായിരുന്നു കേട്ടോ. അങ്ങനെ വന്ന് പിന്നെ ഞാൻ ഡാഡീനെ വിളിച്ച് എന്താ പറയുക, പിന്നെയൊക്കെ പടപടേന്നായി കാര്യങ്ങളിട്ട് അവർ വരുമ്പോഴേക്കും അവർ ഇതൊക്കെ കൂട്ടി പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പതുക്കെ എണീറ്റ് ആദ്യം തന്നെ നമ്മുടെ കട്ടൻ കാപ്പി വെച്ച് ഡാഡിക്ക് കൊടുത്തു. മറ്റേത് ഡാഡി എണീറ്റിട്ടാണ് ഇതൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഞാൻ കംപ്ലീറ്റ് എണീറ്റ് കൊടുത്ത സംഭവം. ഞാനും അതേ നടക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഡാഡിക്കും അതേ ഉറക്കം വരുന്നുണ്ട്. പക്ഷേ ചില ദിവസം അങ്ങനെയാണല്ലോ, നമ്മൾ വിചാരിച്ചു കൊടുത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ രാവിലെ എണീറ്റ് കട്ടൻ വെച്ച് ഡാഡിക്ക് കട്ടൻ കൊടുത്തു. അപ്പോഴേക്കും ഡാഡി വേറെ എന്തൊക്കെയോ സാധനങ്ങൾ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ റൂമിലത്തെ 2 റൂമിലത്തെയും വെള്ളത്തിൻ്റെ കുപ്പിയാണ് കേട്ടോ. രാത്രി ഓരോ ബോട്ടിൽ വെള്ളം കൊണ്ടുവയ്ക്കും. അപ്പോൾ രാവിലെ അത് കളഞ്ഞ് ഫ്രഷ് ആയിട്ടുള്ള വെള്ളം നിറച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും. എപ്പോഴും നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം 2 ബോട്ടിൽ വെള്ളം മുകളിൽ ഡിമ്പിളുടെ റൂമിലത്തെയും നമ്മളുടെ റൂമിലത്തെ കേട്ടോ. എപ്പോഴും കിടക്കുമ്പോൾ ഒരു ബോട്ടിൽ വെള്ളം, അത് പണ്ട് തൊട്ടേ ഉള്ള ഒരു ശീലമാണ്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടാവും, നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാവും. എന്തോ അങ്ങനെയാണ് രാത്രി നമുക്കൊരു കുപ്പി ഇത്തിരി ഒന്ന് ദഹിച്ചാൽ കുടിക്കാനായിട്ടൊരു കുപ്പി വെള്ളം എന്നുള്ളത് അത് എപ്പോഴും നല്ലതാട്ടോ. നിങ്ങൾ വെക്കാത്തവരുണ്ടെങ്കിൽ അതൊന്ന് വെച്ച് ശീലിക്കുക. ആവശ്യമുണ്ടായിട്ടില്ല, ചിലപ്പോൾ നമുക്ക് ആവശ്യമേ വരില്ല, രാവിലെ എടുത്ത് ആ വെള്ളം കളയേണ്ടി വരും. എന്നാലും സാരമില്ല, അതൊരു നല്ല ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് എപ്പോഴെങ്കിലും പെട്ടെന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എണീറ്റ് പോകാണ്ട് അവിടെ നിന്ന് തന്നെ എടുത്ത് കുടിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് മടി വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പണി മുഴുവൻ ഇങ്ങേ സൈഡിലാണ് കേട്ടോ, പട്ടിക്കൂട് തൊട്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മളുടെ ആ വശത്ത് വെറുതെ ഒരാവശ്യമില്ലാണ്ട് നമ്മൾ കുറേ പൊളിച്ചുണ്ടാക്കിയത് ഓർമ്മയില്ലേ? ആ പൊളിച്ചപ്പോൾ അന്ന് പട്ടിക്കൂടൊക്കെ പൊളിച്ച എയറിലല്ലേ നമ്മൾ നിൽക്കണ്ടായിരുന്നത്. അപ്പോൾ ആ പട്ടിക്കൂട് രണ്ടാമത് ചെയ്തപ്പോൾ അവർ ആ തിക്കും തിരക്കിൽ തമിഴന്മാരായിരുന്നു പണിയാനായിട്ട്. ആ തിക്കും തിരക്കിൽ ഒന്നും അല്ലാണ്ട് അങ്ങനെ ആക്കിയിട്ട് പോയപ്പോൾ ഞാൻ എന്നടിക്കുമ്പോഴും ഈ കോൺക്രീറ്റിൻ്റെ കഷ്ണങ്ങൾ, അതായത് സിമെൻറ്റിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ അടർന്ന് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ, ഡിവൈൻ ഒരു കാപ്പിപ്പൊടിയുടെ കാര്യം പറഞ്ഞു, അത് ഏതാണെന്ന്. ഇതാണ് കേട്ടോ സംഭവം. അപ്പോൾ ഞാനത് ഫോട്ടോ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതാണ്, പട്ടിക്കൂട്ടിൽ അപ്പോൾ നമ്മളിങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ ചില്ല് പൊട്ടണ പോലെ ഇങ്ങനെ പൊട്ടി വരുമായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാണുമ്പോൾ ഒരു വൃത്തികേട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇനിയിപ്പോൾ വലിയ മരാമത്ത് കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ മുകളിൽ മറ്റേ സോളാറിൻ്റെ അടിയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, പരുക്കിടണം, ആ ഒരു പണിയുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കയ്യോടെ പട്ടിക്കൂട് തൊട്ടങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ മണൽ ഇഷ്ടം പോലെ ഉണ്ട്, സിമൻറ്റ് മാത്രം വാങ്ങിയാൽ മതി. അങ്ങനെ പട്ടിക്കൂടിൻ്റെ ഉള്ളിൽ തൊട്ട് അപ്പോൾ അവരെ ഇപ്പുറത്തേക്ക് ആക്കി അവിടെ ഒരു ഗേറ്റ്, നമ്മുടെ ഈ പണിത് വെച്ച ഗേറ്റ് ഉണ്ടല്ലോ, അതെടുത്ത് അവിടെ തടവെച്ചു. അങ്ങനെ ആ ഭാഗമാണ് ആദ്യം. പിന്നെ നമ്മളുടെ അപ്പുറത്തെ പറമ്പുണ്ടല്ലോ, ഇപ്പോൾ പറമ്പ് വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ, ആ പറമ്പിൻ്റെ അവിടേക്ക് നമ്മളുടെ അവിടെ നിന്ന് കംപ്ലീറ്റ് മണ്ണ് ഇങ്ങനെ തുരപ്പൻ മാന്തിയിട്ട് കംപ്ലീറ്റ് ഓട്ടയായിട്ടായിരുന്നു നമ്മുടെ തറയുടെ ഉള്ളിൽ. അപ്പം നോക്കുമ്പോൾ അത് എപ്പോഴും നല്ലതല്ല. അന്ന് നമ്മളൊക്കെ ഭയങ്കര ഭംഗിയിൽ മറ്റേ അടി തൊട്ട് വാർത്ത് കൊണ്ടുവന്നതാണ്. പക്ഷെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡാഡിയും അപ്പോൾ ഇന്നലെ മറ്റേ പുല്ല് വെട്ടിയപ്പോഴാണ് നമ്മളത് ശരിക്കും കണ്ടത്. അതുവരെ കാണുന്നുണ്ടായിരുന്നില്ല പുല്ലുകൊണ്ട്. പുല്ല് വെട്ടി നോക്കിയപ്പോൾ നിറച്ചിങ്ങനെ പൊത്ത് പോലെ കണ്ടു. അപ്പോൾ ഡാഡി വിചാരിച്ചു നമ്മൾ എന്തായാലും പണിയുണ്ട്, എന്നാൽ പിന്നെ അതൊന്ന് ക്ലീൻ ചെയ്യുക. കാരണം പുല്ല് മുളച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റില്ല. നമുക്ക് വേണ്ടി പുല്ല് വെട്ടി തന്ന പോലെ കേട്ടോ. ഭയങ്കര നമ്മൾ പറയില്ലേ, നമുക്ക് അനുകൂലമായിട്ട് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ലതായിട്ട് വരുന്നു. ആ പറഞ്ഞ പോലെ തന്നെ
നമ്മൾ കറക്റ്റ് ആ സമയത്തേക്ക് അവിടെ പുല്ലും കാര്യങ്ങളൊക്കെ വെട്ടി വെടുപ്പാക്കിയപ്പോൾ നമുക്കത് പണിയാൻ എളുപ്പമായി. അപ്പോൾ പിന്നെ ജോയി കയ്യോടെ സാധനങ്ങളും കൊണ്ട് ഇവിടുന്ന് മുകളിൽ നിന്ന് താഴ്ത്തിക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഇട്ട് കൊടുത്ത് കംപ്ലീറ്റ് അവിടെ തേച്ച് പോയിൻ്റ് ചെയ്ത് എന്താ പറയുക, ഉറപ്പ് വരുത്തി. അപ്പോൾ ഞാൻ എപ്പോഴും ഡാഡിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ രണ്ടുപേരും ജീവിച്ചിരിക്കുമ്പോൾ നമ്മളുടെ വീടിൻ്റെ ഓരോ മുക്കും മൂലയും കാര്യങ്ങളൊക്കെ നമുക്കത് വൃത്തിയാക്കി കൊടുക്കണം. കാരണം കുട്ടികൾക്ക് അടുത്തൊരു തലമുറ എന്ന് പറയുന്നത് ഇതുപോലെ ചെയ്യാനായിട്ട് നേരം ഉണ്ടാവില്ല, അവർക്കതിൻ്റെ വശം ഉണ്ടാവില്ല, അതിനുള്ള ക്ഷമയും ഉണ്ടാവില്ല. അപ്പം നമ്മളുള്ളപ്പോൾ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ, നമ്മളുടെ ഈ തലമുറ കഴിഞ്ഞാൽ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അത് അവിടെ അങ്ങോട്ട് ക്ലീൻ ചെയ്തു. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വീടുമ്മ പ്രത്യേകിച്ച് ഇനി വേറെ ഒരു വശത്ത് പോലും ഒരു പണിയില്ല ബാക്കി കേട്ടോ. എനിക്കതിങ്ങനെ എന്താ പറയുക, നമ്മൾ പറയില്ലേ, ഫുൾ അതൊന്ന് തീർത്ത് പോയാലേ എനിക്കൊരു സമാധാനമുള്ളൂ. ഇനി അടുത്തൊരു പരിപാടി ഉള്ളത് നമ്മുടെ വൈറ്റ് വാഷിംഗ് ആണ്. അതായത് ഈ 2-3 വട്ടം ഈ പിന്നിലും അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് പണിതത് കൊണ്ട് ചുമതിലുമൊക്കെ ഇങ്ങനെ അഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെ സമയം 9:30 ആയപ്പോഴേക്കും എനിക്ക് പണിക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ആവലാതിയാണ്. അപ്പം ഞാൻ വേഗം ഇന്ന് ഞാൻ അവിൽ നനയ്ക്കുക ചെയ്തത്. അവിലും പഞ്ചസാരയും പിന്നെ ഇത്തിരി ഏലക്കാപ്പൊടിയും നാളികേരവും കൂടിയിട്ട്. അപ്പോൾ ഡാഡി നാളികേരം വാങ്ങിക്കൊണ്ടുവന്ന് എനിക്ക് ചിരകി തന്നു കേട്ടോ. ഞാൻ പറയാറില്ലേ, നാളികേരം ചിരകണ ഡ്യൂട്ടി ഡാഡിയുടെയാണ്. അങ്ങനെ ചിരകി തന്നു. അപ്പോൾ നാളികേരം വാങ്ങാൻ പോയത് ഡോണാണ്. ഡാഡി പഴം വാങ്ങിയിട്ട് വന്നു. നാളികേരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ടി 2 പേരുടെയും പുറത്തേക്ക് എന്നെ രാവിലെ ഇറക്കി വെച്ചു. കാരണം അവിടെ ഗേറ്റിൻ്റെ അവിടെ അടുത്തത് പടി ഗേറ്റിൻ്റെ അവിടെയായിരുന്നു. അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ കംപ്ലീറ്റ് പറഞ്ഞ പോലെ പൊട്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പൈപ്പ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ആ പ്രശ്നം തന്നെ, അനാവശ്യമായിട്ടൊരു കുത്തിപ്പൊളിക്കലൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ അവിടുത്തെ പണിതതും വേണം വേണ്ട വെച്ചിട്ടുള്ളൊരു പണിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് പൊട്ടി പോവായിരുന്നു. കാരണം അത് കഴിഞ്ഞിട്ടും എനിക്ക് തോന്നുന്നു പൈപ്പ് ലൈനിന് വേണ്ടിയിട്ട് അവർ റോഡ് കുത്തിപ്പൊളിച്ചപ്പോൾ നമ്മളുടെ പടി വീണ്ടും പൊളിച്ചൊരവസ്ഥ വന്ന്. നമുക്ക് ആരോടും ഒരു പരാതി പറയാൻ പറ്റില്ല, നമ്മൾ തന്നെ ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ആ ഗേറ്റിൻ്റെ അവിടെയും നന്നായി ചെയ്തു. കണ്ടോ, ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, കണ്ടോ കയറി ഇറങ്ങി നിൽക്കണം. കണ്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അടിച്ചിങ്ങനെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇവർ പെരുമാറി കഴിയുമ്പോൾ ഇതിങ്ങനെ പൊട്ടി ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് വെടുപ്പാക്കിയിട്ട് മതി, ഇനിയിപ്പോൾ പട്ടിക്കൂടിൻ്റെ ഉള്ളിലല്ലാണ്ട് വേറൊരു പണി നമുക്ക് പറ്റില്ല. അങ്ങനെ അവരതാ ഇതിൻ്റെ ഉള്ളിലിട്ട് ലോക്ക് ചെയ്തു. കണ്ടോ, ഇപ്പുറത്ത് ആ ഗേറ്റും കൊണ്ടുവച്ചു, അവരെ ഇതിൻ്റെ ഉള്ളിലിട്ട് ലോക്ക് ചെയ്തു. പക്ഷേ കിയ ഇതിൻ്റെ ഇടയിൽ കൂടെ കടന്ന് പുറത്തേക്ക് വന്നു കേട്ടോ. ഞാൻ എന്തിനോ പുറത്ത് നോക്കുമ്പോൾ മൂപ്പര് കൂളായിട്ട് മുറ്റത്ത് നടക്കണു. ഞാൻ വേഗം കയറാൻ പറഞ്ഞു. അവളെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ പഴുതിലും അവൾ ട്രെയിൻ ചെയ്തിട്ടുള്ള ആളാണ്. നമ്മുടെ സാഗറും സൗമ്യയും അവൾക്ക് എനിക്ക് തോന്നുന്നു 2 വയസ്സിലാണ് എൻ്റെ കയ്യിൽ അവളെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അപ്പോഴേക്കും അവളുടെ ഒരുവിധം ട്രെയിനിങ് അവൾ മുകളിൽ നിന്ന് നേരെ താഴേക്ക് ചാടും. അതുപോലെ ഗേറ്റിൻ്റെ ഒരു ചെറിയ പഴുതുണ്ടെങ്കിൽ അവൾ അപ്പുറത്ത് കടന്നിരിക്കും. അങ്ങനെയൊക്കെയാ മൂപ്പരേട്ടാ കിയ. ചിന്തും ചോട്ടും വെറും എന്താ പറയുക, ഒരു പ്രാക്ക. ചിന്തു പിന്നെ ഞങ്ങൾ കളിയാക്കിയിട്ട് തറവാട്ടമ്മ എന്നാണ് പറയുക. കാരണം കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ് കേട്ടോ. ചിന്തുവാണ് ഇപ്പോൾ പിള്ളേർക്ക് മൂത്തത്. ഏറ്റവും ചെറുത് കാഴ്ചയിൽ അവളാണെങ്കിലും പ്രായം കൊണ്ട് മൂത്തത് അവളാണ്. അവൾക്കിപ്പോൾ എനിക്ക് തോന്നുന്നു ഡിംപിളുടെയും ഡോണിൻ്റെയൊക്കെ കല്യാണത്തിൻ്റെ 1 കൊല്ലം മുമ്പാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ 10 വയസ്സായി. ഇനി ഒരു 6 കൊല്ലം കൂടി ഉണ്ട് അവരുടെ സമയം അനുസരിച്ച്. അങ്ങനെ ഞാൻ അവർക്കുള്ള ചായയും എന്താ പറയുക അവിൽ നനച്ചതും കൊടുത്ത് അതോടുകൂടി ഞങ്ങൾക്ക് ഇന്ന് ഗോതമ്പ് പുട്ടും പഴമായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ് ക്ലിയർ. അപ്പോൾ ഞാൻ ഡിവൈനോട് പറഞ്ഞു കുട്ടികളെയും കൊണ്ട് മുകളിലേക്ക് പൊക്കോ, കാരണം ഈ സിമെൻറ്റും എനിക്ക് ഇന്നലെ തൊട്ട് തുടങ്ങിയിട്ട് തുമ്മലും ചീറ്റലൊക്കെ കേട്ടോ. അപ്പോൾ പാച്ചുട്ടൻ എണീറ്റ് വന്ന് ബെഡ്ഷീറ്റ് ഒതുക്കണ വരെ ഇവിടെ സെറ്റീമ കൊണ്ടുവന്ന് ഇരുത്തിയതാണ്. അപ്പോൾ മൂപ്പരിതേ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഇന്നും പറയുന്നുണ്ട് എനിക്ക് വേദനയൊന്നുമില്ല, എനിക്ക് പേടിയാണ് മമ്മിയാണ്. ഞാൻ ചോദിക്കുന്നുണ്ട് എന്തിനാ കുട്ടാ പേടി? എനിക്ക് പേടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഡിവൈൻ ഇങ്ങനെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ പറയുന്നുണ്ട് കൈ പിടിച്ചു അനസ്തേഷ്യ കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളല്ലേ, അവരെ ബലമായിട്ട് പിടിക്കാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതിൽ അവനെന്തോ പേടി പറ്റിയിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം സർജറിക്ക് ഡിംപിളുടെ കയ്യിലിരുന്നും കൊണ്ടാണ് അവർ ഇഞ്ചെക്റ്റ് ചെയ്തതും അതിൽ ഓർമ്മ പോയതും. അങ്ങനെ കൊണ്ടുപോയി. പിന്നെ തിരിച്ച് അവന് ഓർമ്മ വരുമ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഇതിപ്പോൾ തിരിച്ചല്ലായിരുന്നേ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവന് ആ ഒരു പേടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ചിക്ക് പീസ് നമ്മുടെ വെള്ളക്കടലയാണ്
അത് ഞാൻ ഒന്ന് കുതിരയിട്ട് ഒന്ന് വേവിച്ച് ഒന്ന് വറുത്തെടുത്ത് വെച്ചേക്കണതാട്ടോ. ഞാൻ എന്താണ് ഏതാണെന്ന് ഞാൻ പിന്നെ പറയാം. കാരണം നടന്നില്ലെങ്കിൽ പണിയാണ്. ഞാൻ എൻ്റെ പരീക്ഷണങ്ങളല്ല, ഞാനിങ്ങനെ ഓരോ റെസിപ്പി കണ്ടിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഇന്ന് തോന്നി ഇന്നത് ചെയ്യാം എന്ന് വെച്ചിട്ട് ഞാൻ വറുത്ത് ഒരു ചെപ്പിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ല, ഒന്ന് കുതിരയിട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് ഇതാ വെള്ളമൊക്കെ വറ്റിച്ച് ഒന്നങ്ങോട്ട് മാറ്റി വെച്ചേക്കണം. പിന്നെ എനിക്ക് ഇന്നുള്ള പണി എന്ന് പറഞ്ഞാൽ ആകെ മീൻ വറുക്കുക എന്നുള്ളതായിരുന്നു. ഇന്നലെ കറികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറും ഉണ്ട്. ഇന്നലെ രാത്രി ചോറ് ഒരു ആവശ്യമില്ലാണ്ട് എന്താ പറയുക, നമുക്ക് ചോറ് തികയാത്ത ദിവസവും ആൾക്കാർക്ക് ആവശ്യം. അപ്പോൾ അങ്ങനെ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ചോറ് വെച്ചതാണ്. അപ്പോൾ ഞാനും എപ്പോഴും പറയും, വെച്ചാലും പിറ്റേ ദിവസം വേണമെങ്കിൽ എടുക്കാമല്ലോ. പിന്നെ തിളപ്പിച്ച് ഊറ്റി കഴിഞ്ഞാൽ ഷുഗറുകാർക്കും നല്ലതാണെന്ന് പറയും. അപ്പോൾ അതിലിപ്പോൾ അത്ര വലിയ കുഴപ്പമില്ല, നിങ്ങൾ വെച്ചോളാൻ പറയാറുണ്ട്. അങ്ങനെ വെച്ച ചോറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ചോറ് വേണ്ട. അപ്പം മീൻ വറക്കൽ മാത്രമേ ഉള്ളൂ. ഉപ്പേരിയും ചാറുകറിയും ഡിംപിൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം നമ്മുടെ എന്താ പറയുക, മീൻ വറക്കാനായിട്ട് പുരട്ടിയപ്പോൾ ഓരോ വശത്തുനിന്ന് പണികൾ കഴിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞിട്ട് ഇത് പുരട്ടിയാൽ വെക്കിനോട് കൂടിയിട്ട് ചോറ് കഴുകി അതൊന്ന് തിളപ്പിക്കുക, കറികളൊക്കെ ഒന്ന് ചൂടാക്കുക, അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് നിന്നപ്പോഴേക്കും പിന്നെ കുട്ടികളുടെ ഭക്ഷണം കഴിച്ച പാത്രം, ഗ്ലാസ്, അങ്ങനെ ഇട്ട് എപ്പോഴും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ. അങ്ങനെ കോഴിയും കുമ്പളങ്ങയും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിംപിൾ വന്നിട്ട് പറഞ്ഞു, ആരുടെ കയ്യ ഒഴിവാവണേന്ന് വെച്ചാൽ അവർക്ക് വെക്കാം, എന്തായാലും ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാനിതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീ ആയി. ഇതേ കണ്ടു അവിടെ ഇങ്ങനെ സിമൻറ്റ് ഇട്ടപ്പോൾ ആ ഒരു 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 എന്താ പറയുക, പാർട്ടീഷൻ അങ്ങോട്ട് മാറി. പിന്നെ ഇവിടെ ഇതിൻ്റെ മുകളിൽ അമ്മിയായിരിക്കുന്നുണ്ടായിരുന്നു, അമ്മി. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അമ്മിയുടെ മുകളിലല്ലേ ഇവരുടെ ഈ പൂടയും കാര്യങ്ങളൊക്കെ വീണത്. അപ്പോൾ എത്രയായാലും അമ്മി ഇതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഏറ്റവും നല്ല രീതിയിൽ മാറ്റി വെക്കണത്. പട്ടിക്കൂട്ടിൽ വേണ്ടാന്ന് വെച്ചിട്ട് ഞാനത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തമിഴന്മാർ വെച്ചതാണ്, പക്ഷെ ഞാനതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമ്മ ഒരു ടൈലെടുത്ത് വെച്ചു. അപ്പോൾ നമുക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ മുകളിൽ വെക്കാമല്ലോ, താഴ്ത്ത് വെക്കാണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ഭാഗവും എന്താ പറയുക, ഫുള്ള് ഓരോ പണികളും ഒരു പണിയില്ലാത്ത രീതിയിലൊക്കെ വൃത്തിയാക്കി പിള്ളേർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതിയല്ലോ. അങ്ങനെ നമ്മുടെ കോഴിയും കുമ്പളങ്ങയും, തൃശ്ശൂർക്കാരുടെ കോഴിയും കുമ്പളങ്ങയും അത് പുരട്ടി വെച്ചു. അപ്പോൾ കുമ്പളങ്ങ ഞാൻ നമ്മുടെ അമ്മയൊക്കെ, അതായത് ഡാഡിയുടെ അമ്മ, നെല്ലിക്കുന്ന അമ്മയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കോഴിയും കുമ്പളങ്ങയും വെക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ചടങ്ങാട്ടോ. നമ്മൾ നല്ല രസമാണ്. പെരുന്നാൾക്കൊക്കെ പോകുമ്പോൾ തലേ ദിവസമാണ്, അതായത് പിറ്റേ ദിവസം നമ്മൾ നല്ല കഷ്ണങ്ങളൊക്കെ കറിക്കും വറക്കാനൊക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ബാക്കി വേസ്റ്റ് പീസുകളുണ്ട്, അതാണ് ഈ കോഴിയും കുമ്പളങ്ങയ്ക്കുള്ള സംഭവം. അപ്പോൾ ഈ കുമ്പളങ്ങയിൽ മഞ്ഞപ്പൊടി ഉപ്പും വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം തിരുമ്പിയിട്ട് ഇങ്ങനെ വാല വയ്ക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങിപ്പോവും. അപ്പോൾ വെള്ളം ഇറക്കില്ല, അങ്ങനെയാണ് സാധാരണ. അപ്പോൾ ഇന്ന് ഞാൻ വെറുതെ ഇങ്ങനെ നിന്നപ്പോൾ കോഴിയും കുമ്പളങ്ങയെന്ന് പറയുമ്പോൾ അപ്പം എനിക്ക് അമ്മേനെ ഓർമ്മ വരും. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തതാട്ടോ. അല്ലെങ്കിൽ ഞാൻ സാധാരണ ഒറ്റയിടലിട്ടിട്ട് ആക്കാറ പതിവ്. ഇതിപ്പോൾ വെറുതെ എനിക്ക് അങ്ങനെ തോന്നിയപ്പോൾ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ കോഴിയും കുമ്പളങ്ങയും ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇതിൻ്റെ റെസിപ്പിന്ന്. ഒന്നുമില്ല, കോഴിയും കുമ്പളങ്ങയും. അപ്പോൾ കുമ്പളങ്ങ ഇതുപോലെ മാറ്റി വയ്ക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇഞ്ചി, വേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ചിക്കൻ മസാല ആണെങ്കിൽ ചിക്കൻ മസാല, ഇല്ലെങ്കിൽ ഗരം മസാല എല്ലാം കൂടി ഒപ്പിട്ടിട്ട് ഒന്ന് വേവിക്കുക. ഈ വേവിക്കുമ്പോൾ ശരിക്ക് രണ്ടാം പാലുകൊണ്ടാണ് വേവിക്കുക. എന്ന് വെച്ചിട്ട് വല്ലാണ്ട് കട്ടി ഉണ്ടാവരുത്, പിരിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ ഇത്തിരി വെള്ളത്തിലായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൽ നിന്നൊക്കെ കുമ്പളങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങും, ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും, അങ്ങനെയാണ്. എന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടാം പാലൊഴിച്ച് അത് കഴിഞ്ഞ് തമ്പാലൊഴിച്ചിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയിട്ടിട്ട് ഒന്ന് കാച്ചുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇഞ്ചമ്പുളിക്ക് വേണ്ടിയിട്ട്, എൻ്റെ സൂത്രപ്പണിയുള്ള ഇഞ്ചമ്പുളിയാണ് കേട്ടോ. എൻ്റെ ഒന്നുമില്ല, നമ്മുടെ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി, വേപ്പില, പച്ചമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാനിടും കേട്ടോ. അതിട്ട് നന്നായിട്ട് അങ്ങോട്ട് മുരിഞ്ഞ് വരുമ്പോൾ പിന്നെ ഞാൻ ഉണക്കമുളകാണ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നന്നായി മുരിഞ്ഞ് വരുമ്പോൾ ഞാൻ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ ഇതിൻ്റെ പുളിയുടെ പേസ്റ്റാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. ഞാൻ ഇന്നാളും പറഞ്ഞില്ലേ, മുളക് മുരിയിക്കാനൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം, പച്ചവെള്ളമായാലും വിരോധമൊന്നുമില്ല, കുറച്ച് വെള്ളം ഒഴിച്ചാൽ, കാരണം ഇത് ഭയങ്കര കട്ടിയാണ് പേസ്റ്റ്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം കുറച്ച് ബെല്ലിട്ട് കഴിഞ്ഞ് നന്നായി ഒന്ന് ഇളങ്ങി എണ്ണ തെളിഞ്ഞ് വന്നപ്പോൾ ആ പരിവായിപ്പം അങ്ങോട്ട് ഇറക്കി വെച്ചപ്പോൾ തൊട്ട് നോക്കിയാൽ അറിയാം നമുക്ക് എങ്ങനെയുണ്ട് ഉപ്പും ഇതെന്ന്. അപ്പം ഞാനിതിൽ ഇഞ്ചി വളരെ കുഞ്ഞ് കഷ്ണം ഇട്ടിട്ട് ബാക്കി ചുക്കുപൊടിയാണ് ഇട്ടത് കേട്ടോ. ഞാൻ പറയാറില്ല, എനിക്ക് ഇഞ്ചി കടിക്കുന്നത് വലിയ ഇഷ്ടമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുക്കുപൊടിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റായിരുന്നു. ഭയങ്കര എളുപ്പമുള്ള പണിയാണ് കേട്ടോ. എൻ്റെ ഇഞ്ചമ്പുളി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സൂത്രപ്പണിയാണ്. അപ്പോൾ ഈ കോഴിയും വെച്ചു,
കോഴിയും കുമ്പളങ്ങിയും വെച്ചു, ഇഞ്ചിക്കറിയും വെച്ചു. അങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ആ സ്ഥിരം ചെയ്യണ പോലെ ആ ചട്ടിയിൽ കുറച്ച് ചോറിട്ടുണ്ടു. അതായിരുന്നു ഇന്ന് എൻ്റെ ഉച്ചയിലത്തെ ഊണ് കണ്ട. അതും പയറ് മറ്റേ തോരൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ രസമായിരുന്നു. അപ്പോൾ അത് കൂടി കൂട്ടിയിട്ട് എൻ്റെ ചോറ് ആ ഒരു ഇതിൽ ഇട്ട് കഴിഞ്ഞോട് കൂടിയിട്ട് എൻ്റെ ഊണ് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അപ്പിളിപ്പിളൊക്കെ ആയിട്ടുണ്ട്. ഡാഡി പണിക്കാർ പോയ സമയം നോക്കിയിട്ട് ഡാഡി കഴിക്കാൻ വന്നു. പിന്നെ ഇങ്ങേ സൈഡാണ് അടുത്ത ഒരു പരിപാടി ഉണ്ടായിരുന്നത്. അതായത് നമ്മളുടെ ഡിമ്പിളുടെ റൂമിൻ്റെ സൈഡിലേക്ക്, അതായത് ബാക്ക്. ഇനി അവിടെയാണ് ഇനി ആകെ സിമെൻ്റ് ഇടാനുള്ളത്. അപ്പോൾ അവിടെയും കൂടി ഇട്ട് തീർത്ത് കഴിഞ്ഞാൽ, അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ സിമെൻ്റ് ഇട്ട സ്ഥലമായിരുന്നു. അന്നത്തെ ആ പൊളിക്കൽ കംപ്ലീറ്റ് പൊളിച്ച് വെറുതെ ഇങ്ങനെ പെരുക്കലിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് സിമെൻ്റ് ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അവിടെ മണ്ണിങ്ങനെ വന്ന് അടിഞ്ഞ് കൂടില്ല. അങ്ങനെ ഇതേ പാച്ചുട്ടനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ പാച്ചുട്ടൻ ഇന്ന് നല്ല കുട്ടിയായിരുന്നു. അവന് അങ്ങനെ വേദനയൊന്നുമില്ല. അവ ഈ പറഞ്ഞ പോലെ കുട്ടി തുറന്ന് പറയുന്നുണ്ട്, എനിക്ക് വേദനയില്ല മമ്മിയെ, എനിക്ക് പേടിയാണുള്ളത് എന്ന് അവൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡിംപിൾ എനിക്ക് തോന്നുന്നു രാത്രിയിലേക്ക് വേണ്ടിയിട്ടുള്ള കടലയാണ് വെള്ളത്തിലിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചിന്താവിഷയം, ചില സമയങ്ങളിൽ പലതും ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നിങ്ങൾ അവ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇതുവരെ എടുത്തിട്ടുള്ളതിൽ വച്ച് ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു അത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമുക്ക് എന്താ പറയുക, ഉപേക്ഷിച്ച് പോകാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഉപേക്ഷിച്ച് കഴിയുമ്പോഴാണ് വിചാരിക്കുക ഇതിത്തിരി മുമ്പാവായിരുന്നു എന്നുള്ളത്. അത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന ഒരേ കാര്യങ്ങളാണ്. അങ്ങനെ ദേ നമ്മളുടെ പാച്ചുട്ടൻ മിടുക്കനായിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ദേ വന്നേക്കണം കേട്ടോ. അപ്പോൾ അവൻ ഇങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്. വളരെ എന്താ പറയുക, വളരെ ശ്രദ്ധിച്ച് ഒറ്റടിയൊക്കെ വെച്ച്, എന്നാൽ വലിയ ശല്യമോ കാര്യങ്ങളൊന്നുമില്ല, കരച്ചിലോ ബഹളമോ ഒന്നുമില്ല. അങ്ങനെ അപ്പോൾ കുറച്ച് നേരം അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ പാച്ചും തോമും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മുകളിലാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല ഇന്ന് താഴേക്ക് അങ്ങനെ ഇറക്കണ്ടെന്ന് പറഞ്ഞു വന്നാൽ, കാരണം സിമെൻറ്റ് പൊടിയും കാര്യങ്ങളാണ്. പാച്ചു തോമുവിനെ സംബന്ധിച്ച് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ ചാക്കോന് അത് ചിലപ്പോൾ പ്രശ്നമാവും. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതേ പട്ടിക്ക് ഇറച്ചി കൊണ്ടുവന്നു, ചിക്കൻ കൊണ്ടുവന്നത്. അപ്പോൾ ചിക്കൻ ഞാൻ അവിടെ വെച്ചിട്ട് പിന്നെ ഇവർക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്നോട്ടാം. അങ്ങനെ പണിക്കാരിതേ ഊണൊക്കെ കഴിഞ്ഞ് ഇതേ അടുത്ത പണി തുടങ്ങി. അപ്പോൾ അവിടെ തേച്ച് കൊടുത്തൊക്കെ മറ്റേ വെള്ളം അടിച്ച് കഴുകലും ടൈൽസ് ഇട്ട് കൊടുത്ത് അങ്ങനെയുള്ള കുറേ പണികളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ മുക്കും മൂലയും ഒന്ന് വെടുപ്പാക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ മെയിൻ പരിപാടി. ഞാൻ പറഞ്ഞു വെയിലുള്ളപ്പോൾ മതിയായിരുന്നു, ഇതിപ്പോൾ പേടിയാണ് മഴ. പക്ഷേ മഴ നമ്മളെ ചതിച്ചൊന്നുമില്ല, എല്ലാത്തിനും നമ്മുടെ കൂടെ നിന്നു. കാലാവസ്ഥയും നമുക്ക് അനുകൂലമായി എന്ന് പറയില്ലേ. അങ്ങനെ ഞാൻ ഇവർക്ക് നമ്മുടെ പട്ടികൾക്കുള്ള പാൽ ആദ്യം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർക്കുള്ള ചായ, നമ്മുടെ പണിക്കാർക്കുള്ള ചായ റെഡിയാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങാനും ഞാൻ ഉറങ്ങിപ്പോയി എന്നെ വിളിച്ചോളൂ എന്ന്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പണിക്കാർക്ക് കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് എനിക്കത് ഭയങ്കര നിർബന്ധം കേട്ടോ. പണ്ട് തൊട്ടേ നമ്മുടെ വീടുകളിലുള്ള ഇതൊരു ശീലമാണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം. ഇന്നലെ ഞാൻ കടി വാങ്ങിയപ്പോൾ അവർ പറഞ്ഞു ഇത്രയും കടിയൊന്നും ഞങ്ങൾക്ക് വേണ്ട, എന്തെങ്കിലും ഒരു കൂട്ടം മതി കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതാകുമ്പോൾ ഈ 2 പീസായി കഴിഞ്ഞാൽ ഹെവിയല്ല, എന്നാൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ നിന്നു. വേറെ ഒന്നുമില്ല, പാല്, മുട്ട, വാനില എസൻസ്, പഞ്ചസാര. അപ്പം ഞാൻ ആദ്യം ചെയ്യുക പഞ്ചസാരയും വാനില എസൻസും കൂടിയിട്ട് നന്നായി പൊടിച്ചിട്ട് അതിലേക്ക് മുട്ടയിടും. അത് കഴിഞ്ഞ് കോൺഫ്ലവർ, ഞാൻ ഒരു തുണ്ട് അരിപ്പൊടി ഇടും. കാരണം എന്താ വെച്ചാൽ ഈ ബ്രെഡ് ഭയങ്കര സോഫ്റ്റായിരുന്നു. അപ്പോൾ അത്രയും സോഫ്റ്റ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, അങ്ങനെ എടുക്കുമ്പോഴേക്കും ഇങ്ങനെ ആവും, മറിച്ചിടുമ്പോഴൊക്കെ ഭയങ്കര സോഫ്റ്റായി കഴിഞ്ഞാൽ. അപ്പോൾ ഞാനൊരു തുണ്ട് കോൺഫ്ലവറിൻ്റെ കൂടെ ഒരു തുണ്ട് മൈദ ആയാലും മതി കേട്ടോ, കോൺഫ്ലവർ വേണമെന്നില്ല, ഞാൻ കോൺഫ്ലവർ ഇട്ടു എന്ന് മാത്രം. മൈദ ആയാലും കുഴപ്പമില്ല. കുറച്ച് അരിപ്പൊടി, വളരെ കുറവ് ഇട്ട, കൂടുതലല്ല, ഇട്ട് ഒന്ന് നന്നായിട്ട് ഞാൻ മിക്സിയിൽ തന്നെ അടിക്കുക. മിക്സിയിലടിച്ചിട്ട് ഒരു കിണ്ണത്തിലൊഴിച്ചിട്ടാണ് ഞാനത് ടോസ്റ്റ് ചെയ്തത്. അവർക്കും ഈ 2 പീസ് കൊടുത്തു. അപ്പോഴാണ് നമ്മുടെ ഡിംപിളുടെ പാച്ചുട്ടൻ്റെ ഫ്രണ്ട് വന്നത്. പാച്ചുട്ടൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, എമ്മ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും എമ്മയുടെ കൂടെയുള്ള ഫോട്ടോസും. പിന്നെ എന്താ പറയുക, അവർ മറ്റേ പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, അവർ ഔട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. എപ്പോഴും എമ്മേനെ വിളിക്കലാണ് അവൻ്റെ പണി കേട്ടോ, എമ്മയ്ക്കും അതെ. അപ്പോൾ അങ്ങനെ എമ്മയും മമ്മിയും കൂടിയിട്ട് ഉണ്ണീനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പാച്ചുട്ടനെ കാണാൻ വേണ്ടിയിട്ട്. ഇവരെപ്പോഴും വീഡിയോ കോൾ ചെയ്യണതാണ്. അപ്പോൾ പാച്ചുട്ടൻ ഇങ്ങനെയാണെന്ന് കണ്ടപ്പോൾ കാണാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ വേഗം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പണികളുടെ ഇടയിലായിരുന്നു. അപ്പോൾ ഡിവിനെ പറഞ്ഞു സാരില്ല ആൻറ്റിയുടെ കാര്യങ്ങൾ നോക്കിക്കോ, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഇപ്പുറത്ത് വന്ന് അവർക്ക് ചായയും ഇതും കൊടുത്തു, എമ്മയ്ക്കും കൊടുത്തു.
കാപ്പിയൊക്കെ കൊടുത്ത് ഞാനും ഡാഡിയും കൂടിയിട്ട് അപ്പോഴേക്കും പണിക്കാരുടെ എല്ലാം കഴിഞ്ഞ് അവർ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നേരത്തോടെ വന്ന കാരണം നേരത്തെ ഉച്ചയ്ക്കും അത് കുറച്ച് നേരം പോലും അവരിരുന്നില്ല, ഊണ് കഴിഞ്ഞ വഴിക്ക് ഇറങ്ങി. അപ്പോൾ കണ്ടോ നല്ല വെയിൽ ആ സമയത്ത്, ഒരു എനിക്ക് തോന്നുന്നു 4-4:30 ആവണുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ദേ അമ്മയ്ക്ക് പോവാറായി. അപ്പോൾ ദേ വിളിച്ചിട്ട് ഒരു പൊടിക്ക് സമ്മതിക്കണില്ല, ഞാനില്ല. ഇത് തന്നെയാണ് പാച്ചും ചെയ്തത് കേട്ടോ. പാച്ചു കഴിഞ്ഞ പ്രാവശ്യം എന്ത് കാണിച്ചു എന്ന് വെച്ചാൽ, പാച്ചു പോയി വന്നിട്ട് വീട്ടിൽ കയറാണ്ട് ഇങ്ങനെ മുറ്റത്ത് നിന്നിട്ട് ഇത് തന്നെയായിരുന്നു അങ്കം. അപ്പം ഞങ്ങൾ പറയായിരുന്നു ഇവർ 2 പേരും ഒരുപോലെ, അതായത് പോവാനായിട്ട് ഇഷ്ടമല്ല. 2 പേരും നല്ല എന്താ പറയുക, നല്ല ഫ്രണ്ട്സ് അവർ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മൂന്നാമത്തെ വർഷം ഇവർ ഒന്നിച്ച് തന്നെയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ആ കാറിൽ കൊണ്ടുവന്ന് ആക്കി കൊടുത്തിട്ട് ഞാൻ ദേ വരികയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഗ്യാപ്പിലൊക്കെ അവർ മറ്റേ ബേബി മെറ്റൽ ബാക്കി ഉണ്ടായിരുന്നതൊക്കെ ഇട്ടേക്കാം. അപ്പോൾ ഒന്ന് മഴ പെയ്യുമ്പോൾ അത് താഴത്തേക്ക് ഇറങ്ങിപ്പോക്കോളും, സെറ്റായിക്കോളും എന്ന് പറയാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് സിമെൻ്റ് ഇട്ട് പോയിൻ്റ് ചെയ്യാമല്ലോ. പിന്നെ ഇഷ്ടിക അങ്ങനെ പോയിൻ്റ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ദേ ഇവിടേക്കൊന്ന് മൊത്തം വന്ന് നോക്കിയപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോഴേക്കും ദേ ഇരുട്ടായി തുടങ്ങി കേട്ടോ. എന്നാലും ഡിവൈൻ വേഗം ലൈറ്റ് ഇട്ടു. കാരണം ഇരുട്ടായിട്ടില്ലെങ്കിൽ പോലും നമ്മൾക്കൊരു അടിച്ച് കഴുകുമ്പോൾ ഒരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കംപ്ലീറ്റ് ഉണങ്ങി. പട്ടിക്കൂട് തുറന്നില്ല കേട്ടോ, അത് നാളേക്ക് ആവാമെന്ന് വിചാരിച്ചു. കാരണം അത് ഇട്ടിട്ട് അധികം നേരമായി ഉണ്ടായിരുന്നില്ലല്ലോ. കാലത്ത് ഇട്ടിട്ടുണ്ട്, എന്നാലും ഡാഡി പറഞ്ഞു രാത്രിയിൽ ഇന്നത്തെ ഒരു രാത്രി അങ്ങനെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ദേ പട്ടിക്ക് അതെല്ലാം കഴിഞ്ഞ് കയറിനോട് കൂടിയിട്ട് പട്ടികൾക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ചിക്കൻ പാത്രത്തിലാക്കി. അപ്പോഴേക്കും നമ്മുടെ പിള്ളേരുകൾ എണീറ്റ് അവരവരുടേതായ കാര്യങ്ങൾ നോക്കി ഇരിക്കുന്നു. ഡിംപിളും ഡിവൈനും എന്താ കിച്ചണിലുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഡാഡി കുളി കഴിഞ്ഞ് വന്നു, എൻ്റെയും കുളി കഴിഞ്ഞ് വന്നു. കാരണം പിന്നെ എന്താ പറയുക, പകൽ മുഴുവൻ ഇതിൻ്റെ പിന്നാലെ നിന്നിട്ട് ശരിക്കും വയ്യാണ്ടായിട്ടോ. എന്നാലും നമുക്ക് എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കാണാനും കേൾക്കാനും ചെയ്യാനൊക്കെ ഒരു സുഖമാണല്ലോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ. ചിലരുണ്ട് എന്തെങ്കിലും ഒരു കേടായി കഴിഞ്ഞാൽ അത് അവിടെ കിടന്നോട്ടെ എന്ന് വെച്ചിട്ട് അടുത്തൊരു കാര്യം ചെയ്യും. എന്നെ സംബന്ധിച്ച് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സംഭവം അത് കേടായി കഴിഞ്ഞാൽ അത് ശരിയാക്കുക, അല്ലെങ്കിൽ അവിടെ വൃത്തിയാക്കുക, അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ആ ഇഷ്ടമുള്ള പണികൾ ചെയ്യാനായിട്ടും എനിക്കിഷ്ടമാണ്. അല്ലാത്ത കാര്യങ്ങൾ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ദേ ഇരുട്ടായി. കുട്ടികളുടേതായ കാര്യങ്ങളിലേക്ക് കടന്നു. അപ്പോഴേക്ക് ദേ ഡോൺ വന്നു. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ബിസിനസ്സിലേക്ക് ഇരുന്നു കേട്ടോ. കാരണം അതൊരു വഴി കൂടെ പോകണമല്ലോ. 6 മണി കഴിഞ്ഞാൽ പിന്നെ ഒതുക്കലും പെറുക്കലും കഴിഞ്ഞ് പിന്നെ നാളേക്കുള്ളൊക്കെ പാക്കിങ്ങും കാര്യങ്ങളും ഓർഡർ എടുക്കലും അങ്ങനെയുള്ള പരിപാടികളാണല്ലോ. അങ്ങനെ ദേ ഡോൺ വന്നപ്പോൾ 3 പേർക്കും ദേ മറ്റേ ലോളിപോപ്പ് കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് 3 പേർക്കും തന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികൾക്കറിയാം അവരെ പറ്റിക്കാന്ന്. അപ്പോൾ ഡിവൈൻ ഇന്ന് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ എന്നിട്ട് സാഗോ ടെൻഡർ കോക്കനട്ട് പായസം, ഇൻസ്റ്റൻറ്റ് പായസം. അപ്പോൾ മൂപ്പര് ഇതേ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പായസം കുടിച്ചു. അപ്പോൾ അത് കഴിയുമ്പോൾ ആ സമയത്ത് ഇവർ ഇതേ മോരുകറി, നാളേക്കുള്ളത് മോരുകറി, പിന്നെ എന്തുട്ടാ കടലുപ്പേരി, ചാള വറക്കാനുള്ളത് പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നാളേക്ക് എനിക്ക് പുരട്ടാനും വേണ്ട, അവരെന്നെ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തുട്ടാ രാത്രിയിലേക്ക് ചപ്പാത്തിയും പിന്നെ മറ്റേ കോഴിയും കുമ്പളങ്ങയും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ പകുതി വരെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തമ്പാലൊഴിച്ച് കാച്ചിൽ നിങ്ങൾ കാച്ചിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയിട്ട് ഡാഡി ഇതേ കഴിക്കണു. അപ്പോൾ ഞാൻ നമ്മുടെ ഇഞ്ചമ്പുളി കൂട്ടിയിട്ട് ഒരു ചപ്പാത്തി കഴിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ദേ ബിസിനസ്സിലിരിക്കുമ്പോൾ ഇവൻ എനിക്ക് വണ്ടി റേസിങ് കാണിച്ചു തരണം. ഇവൻ ഫുൾ ടൈം എൻ്റെ കൂടെ ആണല്ലോ. അപ്പോൾ ഞാൻ മേശപ്പുറത്തേക്ക് വന്നാൽ മൂപ്പര് വരും, അല്ലെങ്കിൽ ഒരു ശല്യമില്ല കേട്ടോ. തന്നെ ഇരുന്ന് എവിടെയെങ്കിലും ഒരു മുക്കിലിരുന്ന് കളിച്ചോളും, ഒന്നിലിക്കുമില്ല. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചുവിൻ്റെ അടുത്ത് തോമും പാച്ചും കൂടിയിട്ടുള്ള കളിയും ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ്. ഇവനെ സംബന്ധിച്ച് ഇവൻ തന്നെ കളിക്കും, ഇല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് ഒന്ന് വന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറയും. അപ്പോഴേക്ക് ഞാൻ അക്കീനെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്കിയോട് കുറച്ച് നേരം സംസാരിച്ചു. അങ്ങനെയൊക്കെ ആയിട്ടാണ് അവൻ്റെ കളിയായിരുന്നു കേട്ടോ. അങ്ങനെ 2 പേരുടെയും 3 പേരും 3 ഇരുന്ന്. അപ്പോൾ പാച്ചുവിനെ സംബന്ധിച്ച് വളരെ സ്വസ്ഥമായിട്ടാണ് ഇന്നത്തെ പകൽ മുഴുവൻ ഭയങ്കര ശാന്തതയിൽ വളരെ സന്തോഷത്തിലായിരുന്നു കേട്ടോ. ഇപ്പോൾ കിടക്കണ വരെ ഇപ്പോൾ കിടന്നിട്ടും ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10:45-11 മണി ആയിട്ട് മൂപ്പര് ഉറങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഒരു ശല്യവും ഒന്നും ഉണ്ടായിട്ടില്ല, സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു ഇതാണ്. പിന്നെ അവൻ തന്നെ പറയുന്നുണ്ട് എനിക്ക് വേദനയൊന്നുമില്ല, എനിക്ക് PP സർജറി ചെയ്തതാണ്, യൂറിൻ പോകാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരുടെ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഞാൻ മരുന്ന് കഴിച്ചാലേ അത് മാറുള്ളൂ,
നടക്കണം, എപ്പോഴും ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വലിയ വലിയ വർത്തമാനങ്ങളാട്ടോ. അങ്ങനെ ഇവരുടെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ദാ ചിക്കൻ, അവർക്കുള്ള ചിക്കൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ കൂട്ടിൽ കയറാൻ പറ്റില്ല, അവരുടെ മേലൊക്കെ നനഞ്ഞു കേട്ടോ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിടന്ന് ഓടിയിട്ട് നനഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ഉണങ്ങിക്കോളും. പിന്നെ മഴയും കാര്യങ്ങളൊന്നുമില്ല, പിന്നെ ഇവിടേക്ക് മഴ കൊള്ളൂല്ലല്ലോ. അങ്ങനെ അവർക്ക് ചിക്കനും വെച്ച് കൊടുത്തു, ഞാൻ വെള്ളവും വെച്ച് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് നോക്കിയത്. കാരണം ഈ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇവരങ്ങോട്ട് കയറും. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കീയ്ക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ചാടാനുള്ള ഒരു ടെൻഡൻസി ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ നമ്മളത് കാണില്ല രാത്രിയിലാവുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടേക്ക് അടച്ചിട്ടില്ലേ എന്നൊക്കെ ഒന്ന് നോക്കി ചുറ്റും വന്ന് നോക്കിയപ്പോൾ എല്ലാതും നല്ല വൃത്തിയായി. ഇനിയിപ്പോൾ നാളേക്ക് ശരിക്കും കുറേ പണിയുണ്ട്. ഇന്ന് ഡാഡിക്ക് ഇന്ന് ഇരിക്കാൻ നേരം കിട്ടിയിട്ടില്ല കേട്ടോ. ഫുൾ ടൈം അവരുടെ പിന്നാലെയും അത് കഴിഞ്ഞിട്ടുള്ള അടിക്കലും ഒക്കെയായിരുന്നു. അപ്പോൾ ഞാൻ നാളേക്ക് വാഷ് ചെയ്യാനുള്ള തുണികൾ ഇന്ന് തന്നെ വാഷിംഗ് മെഷീനിലിട്ട് ഒഴിച്ചിട്ടില്ല. ഞാൻ രാവിലെ ആരാണോ എണീക്കുന്നത് അവരോട് അത് ഓൺ ചെയ്യാൻ പറഞ്ഞിട്ടിട്ട് ഞാൻ ഇതൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വിചാരിക്കും അലക്ക് കഴിഞ്ഞതാണെന്ന് വിചാരിച്ചാലോ വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇതൊക്കെ ഒതുക്കി വരുമ്പോഴേക്കും കുട്ടികൾ രണ്ടുപേരും കിടക്കാൻ പോയിട്ടുണ്ടായിരുന്നു, ഡാഡിയും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനതങ്ങനെ പുറത്ത് വയ്ക്കുമ്പോൾ ആരാണോ ആദ്യം എണീറ്റ് വരുന്നത് അവർക്ക് കണ്ടാൽ മനസ്സിലാവും, ഇത് വാഷിംഗ് മെഷീനിൽ തുണികൾ ഇട്ടിട്ടുണ്ട്, ഇത് അലക്കാനുള്ളതാണെന്ന് വിചാരിച്ചിട്ട് അവരത് ഒഴിച്ചോളും. അങ്ങനെ കിച്ചണിൽ വന്നു, എല്ലാ പരിപാടികളും കഴിഞ്ഞു. നാളെ ഉച്ചയിലത്തെ വരെയുള്ള പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി പട്ടികളുടെ പാത്രവും പിന്നെ എടുത്തു വയ്ക്കാനുള്ള കറികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വരുമ്പോഴേക്കൊക്കെ ചൂടാറിയിട്ടുണ്ട്. അപ്പം ഞാനതൊക്കെ ഒന്ന് എടുത്തു വെച്ച് ഇത് എന്തുകൊണ്ടാണോ പുളിയാണ്, കുടപ്പുളിയാണ് ഇട്ടേക്കണേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി നാളെ ഇനി മുളക് കറി വെക്കാനോ എന്തിനെങ്കിലും ആയിരിക്കും. ഇത് എൻ്റെ ഇഞ്ചപ്പുളി, ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഇഞ്ചപ്പുളി, പറയാണ്ടിരിക്കാൻ വയ്യ. ഞാൻ വെച്ചതാന്ന് പറയില്ല കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റ്, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഓരോ പ്രാവശ്യം വെക്കുമ്പോൾ ഒരാൾ തന്നെ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ പല ടേസ്റ്റാണ് വരിക. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. ഇന്നത്തെ ഇഞ്ചപ്പുളി അടിപൊളിയായിട്ടുണ്ട്, നല്ല ചൊടി ഉണ്ടായിരുന്നു കേട്ടോ. ചൊടി ഉണ്ട്, എനിക്കിപ്പോൾ 2-3 ദിവസത്തേക്കുള്ളതായി അത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ പറയുന്നത് നേരത്തോടെ എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് വൈകിട്ടില്ല. 10-20 ആകുമ്പോഴേക്കും എല്ലാ പരിപാടിയും കഴിഞ്ഞ് കുട്ടികളൊക്കെ കിടന്നു. അപ്പോൾ എനിക്ക് 2-3 കാര്യങ്ങൾ എടുത്തു വെക്കാനായിരുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രാത്രി ഇത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ രാവിലെ നേരത്തെ എണീക്കേണ്ട, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഗുണം കേട്ടോ. അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നേരത്തോടെ കിടക്കാം, പക്ഷേ ഈ അരമണിക്കൂർ രാവിലെ നേരത്തോടെ എണീക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് പണികൾ കഴിച്ചിട്ട് കിടന്നാൽ ഒരു സമാധാനം. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ പാച്ചുട്ടൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്നു കേട്ടോ. ഒന്നുകൂടി പ്രാർത്ഥിച്ച എൻ്റെ കുട്ടൻ. വെള്ളം ബ്ലെസ്ഡ് വാട്ടർ ആണത്, ഹോളി വാട്ടർ ആണത്. പ്രാർത്ഥിക്കുക, ഈശ്വരോട് പ്രാർത്ഥിക്കുക. എന്നെ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കണ്ട എങ്ങനെയാ? ഉറക്കം കിട്ടണേ, ഗുഡ് ബൈ ആയിട്ട് കിടന്നുറങ്ങിക്കോ, ഗുഡ് നൈറ്റ്. അങ്ങനെ പാച്ചുവും കിടന്നുറങ്ങാറായി. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ പാച്ചു ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്നെ എന്താ പറയുക, അത്രയും സങ്കടമായിട്ടുണ്ടായിരുന്നു 2 ദിവസം അവൻ്റെ ആ കരച്ചിലും കാര്യങ്ങളും കണ്ടിട്ട്. അപ്പോൾ ഇതുവരെ വലിയ കുഴപ്പമില്ലാണ്ട് കിടക്കേണ്ട, ഇതുപോലെ കിടന്ന് നല്ല മിടുക്കരായിട്ട് നാളെ എണീക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്നും കുറേ പേര് മെസ്സേജ് അയച്ച് അവൻ്റെ വിശേഷം ചോദിക്കുക, അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് പറയുകയൊക്കെ ചെയ്തു. എല്ലാവരോടും വളരെയധികം ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ അവനെ സ്നേഹിക്കേണ്ടതെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.